ഹിസ്ബുത്ത് തഹ്രീർ ആഗോള ഖിലാഫത്ത് സമ്മേളനം നടത്താൻ പോകുന്നു, അതും കാനഡയിൽ. എന്തായിരിക്കും സംഭവിക്കുക? 18-ാം തീയതി ഒൻറ്റാറിയോയിലെ മിസിസാംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സമ്മേളനം. ഈ മിസിസാംഗയിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് അവർ അനൗൺസ് ചെയ്തതിൽ നമ്മൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ, കൺവെൻഷൻ സെൻറ്റർ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതെ, അത് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്തവരെ അറിയിക്കും. അതാണ് സംവിധാനം. അപ്പോൾ ഇതിപ്പോൾ തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. കാരണം മറ്റേ ആഗോള ഖിലാഫത്ത് സമ്മേളനം ഈ മറ്റേ അൽഖയ്ദയൊക്കെ തളർന്നു പോയപ്പോൾ 1953 തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ്. ഇത് ഭീകര സംഘടനയാണ്. ആഗോള ഭീകര സമ്മേളനമാണ് നടക്കുന്നത്. പല സ്ഥലത്തും നടത്താൻ പറ്റാതെ ട്രൂഡോയുടെ കാനഡയിൽ ഇതൊക്കെ നടക്കുമല്ലോ. അതെ, ട്രൂഡോ പോയി, എന്നാലും അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അയാളുടെ അപ്പനും അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ മറ്റേ ആ കുടുംബം ഭരിച്ചിരുന്നൊരു സ്ഥലമായതുകൊണ്ട് ഭീകരന്മാർക്ക്, ഖലിസ്ഥാൻ ഭീകരന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ആഗോള ഭീകര സമ്മേളനം ആണ് നടക്കുന്നത്. അതിൻ്റെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം, ദ ഖിലാഫത്ത് എലിമിനേറ്റിംഗ് ദി ഒബ്സ്റ്റക്കിൾസ് ഡിലേയിങ് ഇറ്റ്സ് റിട്ടേൺ. അതായത് ഖിലാഫത്ത് ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കാം, അതാണ് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ 1-ാം ലോക യുദ്ധത്തിൻ്റെയൊക്കെ ഒടുവിലൊക്കെ മറ്റേ തുർക്കി ഖലീഫ, അദ്ദേഹമായിരുന്നു ഖിലാഫത്ത് ഖലീഫ സുൽത്താൻ. തുർക്കി സുൽത്താനായാണ് മുസ്ലിങ്ങൾ ഖലീഫയായിട്ട് കരുതുക. അപ്പോൾ അങ്ങനെ എടുത്തു മാറ്റി. 1-ാം ലോകത്തിന്റെ ഒടുവിൽ തുർക്കി സാമ്രാജ്യം വിഭജിച്ചു പലതായിട്ട്. ഓട്ടോമൻ സാമ്രാജ്യം വിഭജിച്ചു. അങ്ങനെയാണ് സൗദിയൊക്കെ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് സൗദി അറേബ്യ ഒന്നുമില്ല, ഹെജാസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തുർക്കിയുടെ കയ്യിലായിരുന്നു ഈ മക്കയൊക്കെ. അപ്പോൾ അങ്ങനെ വിഭജിച്ച് കഴിഞ്ഞിട്ട് ഈ തുർക്കിക്കാർക്ക് വേണ്ടായിരുന്നു ഇയാളെ. അൽത്താതുർക്ക് വന്നു, ഇയാളെ വേണ്ട. അപ്പോൾ അവിടെ മതേതരത്വം കളിയാടി. അങ്ങനെ കളിയാടി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഈ അലി സഹോദരന്മാർക്കൊന്നും അത് വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് പാകിസ്ഥാനൊക്കെ ഇന്ത്യയുടെ ഭാഗമാണല്ലോ, പെഷവാറിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഹിജ്റാത്ത് എന്നൊക്കെ പറയും. അതായത് ആ തുർക്കി ഖലീഫയെ വീണ്ടും ാസനത്തിൽ അവരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറെ ആളുകൾ അങ്ങോട്ട് തുർക്കിയിലേക്ക് പോവുക. ഹിജ്റാത്ത് എന്ന് പറയും. വീടും കടയുണ്ടെങ്കിൽ കടയും ഒക്കെ വിട്ടിട്ട് കുറെ പോരാളികൾ അങ്ങോട്ട് പോകുന്ന പരിപാടി ബ്രിട്ടീഷുകാർ വഴിക്ക് വെച്ച് തന്നെ പിടിച്ച് തിരിച്ചു. അപ്പൊ ഈ പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് തുടങ്ങുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നോ? അല്ലല്ല, അത് അവിടെ നിന്നൊക്കെ തന്നെ തുടങ്ങുന്നുണ്ട്. പാൻ ഇസ്ലാമിസമൊക്കെ തുർക്കി വിത്താണ്. അത് വലിയ കഥയാണ്, വേറെ കഥയാണ്. അത് മിലിറ്റന്റ് ഇസ്ലാം, പിന്നെ റെഡ് ജിഹാദ് എന്ന് പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഗാന്ധി കുറെ കാലം അത് കൊണ്ട് കിടന്ന് ഗാന്ധിക്ക് പരിക്ക് പറ്റി. അവസാനം AICC, നാഗ്പൂർ AICC ആണെന്ന് തോന്നുന്നു, ഇത് വേണ്ടെന്ന് വെച്ചു ഡിസംബർ ആയപ്പോൾ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിള ലഹള നടന്നല്ലോ. ഖിലാഫത്ത് പ്രമാണിച്ച് മാപ്പിള ലഹള ഉണ്ടായി മലബാറിൽ. അപ്പൊ പിന്നെ ഗാന്ധിക്ക് ഈ ഖിലാഫത്ത് പ്രക്ഷോഭം കൊണ്ടു കിടക്കാൻ പറ്റിയില്ല. അത് പിന്നത്തെ AICC സമ്മേളനം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി പറഞ്ഞു തോന്നുന്നല്ലേ, തെറ്റുപറ്റി ഖിലാഫത്തുമായിട്ട് ചേർന്ന് അതൊക്കെ പറഞ്ഞു, പറയേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ഇല്ലാതായ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചലനങ്ങളാണ് ആഗോളമായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ HUT എന്ന് പറയും, ഹിസ്ബുത്ത് തഹ്രീർ. ഇതിൻ്റെ അർത്ഥം പാർട്ടി ഓഫ് ലിബറേഷൻ എന്നാണ്. മറ്റേ സ്വാതന്ത്ര്യ വിരുന്ന്, ഹിസ്ബുത്ത് തഹ്രീർ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ അമുസ്ലിം രാജ്യങ്ങളെ അട്ടിമറിച്ചാലല്ലേ ആഗോള ഖിലാഫത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇസ്ലാം ആയിരിക്കണമല്ലോ ആഗോളമായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും മതം. അപ്പോൾ അതാണ് ആഗോള ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ് ഈ നടക്കുന്നത്. അതിൻ്റെ കാനഡ ശാഖ ഹിസ്ബുത്ത് തഹ്രീർ ഇതൊക്കെ അടച്ചുപൂട്ടേണ്ടതാണ്. പക്ഷെ അവിടെ ശാഖയുണ്ട്. ഇത് ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ ആളിനെ പിടിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. FB പോസ്റ്റിൽ ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ കാനഡ ശാഖ പറയുന്നത് അമേരിക്ക,
യൂറോപ്പ്, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ കൊളോണിയൽ വൻ ശക്തികൾ, ഇന്ത്യ കൊളോണിയൽ ശക്തിയാണെന്ന്, ഇന്ത്യ കൊളോണിയൽ ശക്തികളുടെ അടിമത്തത്തിലായിരുന്നു, എന്നീ കൊളോണിയൽ വൻ ശക്തികളെ കീഴടക്കാനുള്ള അവസരമാണിത്. ഉമ്മയ്ക്ക് കീഴടങ്ങാൻ പറ്റാത്തത്ര ശക്തി അമേരിക്കയ്ക്കുണ്ടോ? FB പോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആഗോള മുസ്ലിം സമൂഹം, അതാണ്. അതിന് കീഴടക്കാൻ പറ്റാത്തത്ര ശക്തി അമേരിക്കയ്ക്കുണ്ടോ എന്നാണ്. പണ്ട് നമ്മൾ റോം, പേർഷ്യ എന്നിവയെ തോൽപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരം നമ്മൾ സ്ഥാപിച്ചു. അവർ പറഞ്ഞിട്ടുണ്ട് പണ്ടേ നമ്മൾ ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്, റോമിനെ തോൽപ്പിച്ച ശക്തിയാണ് നമ്മൾ എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം നഗരങ്ങൾ നമ്മൾ ആഗോളമായിട്ടുണ്ടാക്കി. അപ്പോൾ ഇവയൊക്കെ തോൽപ്പിക്കാനായിട്ട് എന്ത് നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അതാണ് ചർച്ച ചെയ്യുക. അമേരിക്ക, യൂറോപ്പ്, ചൈന, റഷ്യ, ഇന്ത്യ എന്നിവയെ തോൽപ്പിക്കാൻ എന്തൊക്കെ നടപടികൾ വേണം? അതിന് വേണ്ട വിധം ഉമ്മയെ മാറ്റണമെങ്കിൽ, മുസ്ലിം സമൂഹം, ആഗോള മുസ്ലിം സമൂഹത്തിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്യുക, പങ്കെടുക്കുക ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. ഇതിലുള്ള സെഷനുകൾ നാഷണലിസം ആൻഡ് റഷീംസ്, ഫ്രണ്ട് ലൈൻ എനിമീസ് ഓഫ് ഇസ്ലാം, ദേശീയതയും ഇസ്ലാമും, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതാണ് ഒരെണ്ണം. 2, ഓൺലി ദ ഖിലാഫത്ത് വിൽ ലിബറേറ്റ് പലസ്തീൻ, എവറിത്തിങ് എൽസ് ഈസ് എ ഡിസ്ട്രാക്ഷൻ. ഖിലാഫത്തിന് മാത്രമേ പലസ്തീനെ സ്വതന്ത്രമാക്കാൻ കഴിയൂ, ബാക്കിയെല്ലാം അലമ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പലസ്തീനെ സ്വതന്ത്രമാക്കി എടുക്കാനും ഇസ്രായേലിനെ തോൽപ്പിക്കാനും ഒക്കെ ഖിലാഫത്ത് വേണം. അമേരിക്കയെ തോൽപ്പിക്കണം, വേണ്ടേ? അതൊക്കെ വേണം. പാകിസ്ഥാൻ നിലനിൽക്കണം, അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ട. ബംഗ്ലാദേശ്, ഹിസ്ബുത്ത് തഹ്രീർ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ്. 2024 ഒരു സമ്മേളനം ബ്രിട്ടനിൽ ചേരാനായിട്ടിരുന്നതാണ്. ഈ സമ്മേളനം തന്നെ ഇപ്പോൾ കാനഡയിൽ നടക്കുന്നത് ഈ കൊല്ലം, അതായത് കഴിഞ്ഞ കൊല്ലം 2024 നടത്താനിരുന്നതാണ്. അത് പക്ഷെ ബ്രിട്ടൻ റദ്ദാക്കി. അവിടെ ഭീകര ഗ്രൂപ്പുകൾക്ക് സമ്മേളനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലെവർലി പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി, ഇത് ആൻറ്റി സെമിറ്റിക്കാണ്, ജൂതവിരുദ്ധ ഭീകര സംഘടനയാണിത്, ഇവിടെ നടത്താൻ പറ്റില്ല. ഒക്ടോബർ 7 ശേഷമാണ് ഇവർക്ക് ഇങ്ങനത്തെ സമ്മേളനമൊക്കെ നടത്തണമെന്ന് തോന്നുന്നത്. ആ പരിപാടി പറ്റില്ല എന്നന്ന് ബ്രിട്ടൻ്റെ ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലെവർലി പറഞ്ഞിരുന്നു. അപ്പോൾ ശരീഅത്ത് ആഗോളമായിട്ട് നടപ്പാക്കണം എന്ന ലക്ഷ്യമാണ് ഹിസ്ബുത്ത് തഹ്രീറിനുള്ളത്. 1953 ജോർദാൻ ഭരിച്ചുകൊണ്ടിരുന്ന ജെറുസലേമിൽ, ഇപ്പോഴും ജെറുസലേമിലെ മറ്റേ അലക്സ പള്ളി, അതിൻ്റെ ഭരണം ജോർദാനാണ്. ജോർദാൻ ഭരിച്ചുകൊണ്ടിരുന്ന ജെറുസലേമിൽ തക്കിയൽ ദിൻ അൽ നഭാനി എന്ന് പറഞ്ഞ പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ തുടങ്ങിയ സംഘടനയാണിത്, ഹിസ്ബുത്ത് തഹ്രീർ. ജെറുസലേമിലാണ് തുടങ്ങിയത്. പലസ്തീൻ താല്പര്യമുള്ള ആളുകളാണ് തുടങ്ങിയത്. പലസ്തീൻ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മുസ്ലിം ബ്രദർഹുഡിൽ അംഗമായിരുന്നു. ആദ്യകാല ഭീകര സംഘടന ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന. ബ്രിട്ടൻ, ജർമ്മനി, ഈജിപ്ത്, ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, റഷ്യ, തുർക്കി, ബംഗ്ലാദേശ് ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിന് കേന്ദ്രങ്ങളുണ്ട്, താവളങ്ങളുണ്ട്. ഹിസ്ബുത്ത് തഹ്രീറിന് ബംഗ്ലാദേശിലുണ്ട്, തുർക്കിയിലുണ്ട്, ചൈനയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഈജിപ്തിലുണ്ട്, പല രാജ്യങ്ങളിലും ജർമ്മനിയിലും ഒക്കെ ഉണ്ട്. കാനഡയിൽ ഇത് വളരെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ട്രൂഡോയുടെ മറ്റേ സാന്നിധ്യത്തിലും തണലിലും ഒക്കെയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈവൻ ബ്രൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നാണ്. ഈവൻ ബ്രൈറ്റും ഒരു മറ്റേ സാമൂഹിക സോഷ്യൽ മീഡിയ ആണ്. അവരിതിന് ഇത് തുറന്നു കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്.
ഭീകരന്മാർക്ക് വേണ്ടി ഈവൻ ബ്രൈറ്റ് അവർ എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ശരിയല്ല എന്നും പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ NIA അബ്ദുൾ റഹ്മാൻ, മുജിബുർ റഹ്മാൻ എന്നിങ്ങനെ 2 പേരെ പിടിച്ചിരുന്നു കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയിൽ. ബംഗ്ലാദേശിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഖിലാഫത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. യൂനുസ് ഭരണത്തിൽ ഈ ഉപദേഷ്ടാക്കളുണ്ടല്ലോ, അതിലൊരാൾ ഈ ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ പ്രവർത്തകനാണ്, ഒരു ഉപദേഷ്ടാവ്. ജൂത ഉൽപ്പന്നങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക, അതിനുള്ള ആഹ്വാനം ഈ ഹിസ്ബുത്ത് തഹ്രീർ ബംഗ്ലാദേശിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊന്നും അവിടെ സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ ഈ ആധുനിക കാലത്ത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം അത്ര പോസിബിൾ ആണോ സാർ? അല്ല, അവരുടെ ആഗ്രഹമാണല്ലോ അത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആഗ്രഹമാണ്. അവർ എത്രയോ കാലമായിട്ട്, ഇപ്പോൾ 2047 ഇന്ത്യ ഖിലാഫത്തിൻ്റെ ഭാഗമാകണം, ഇസ്ലാമിക രാജ്യമാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ഇല്ലേ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ആഗ്രഹമാണത്. 2048 ആകുമ്പോൾ ഇസ്രയേലിൻ്റെ ശതാബ്ദിയാണ്. അപ്പോൾ ചിലപ്പോൾ പല ഇവരുടെ രാജ്യങ്ങൾ തകർത്ത് ഇസ്ലാം കുറേയും കൂടി വിശാലമാകണം എന്നാണ് ഇസ്രയേൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടപ്പുള്ള കാര്യമൊന്നുമല്ല, ഇതിപ്പോൾ കൂടുതൽ അവബോധം ആളുകൾക്ക് ഉണ്ടായി വരുന്ന ഘട്ടമാണല്ലോ. കുറെ കാലം ഇപ്പോൾ നമ്മൾ ബ്രിട്ടനിലെ ആ ബലാത്സംഗ ഗാങ്ങുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ പൊളിറ്റിക്കലി കറക്റ്റായ ആയിരുന്നില്ല. ഈ റേസിസം ആണ് ഇസ്ലാമിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ബലാത്സംഗികളാണെന്ന് പറഞ്ഞില്ല, ഇവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിരിക്കില്ല. അതുകൊണ്ടാണ് ബ്രിട്ടൻ ആ കാലത്ത് പറയാതിരുന്നതെന്ന് ഇപ്പോൾ എലൻ മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഈ കേസ് സ്റ്റാർ അന്ന് പ്രോസിക്യൂഷന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു, അയാളും പറഞ്ഞില്ല. അപ്പോൾ ഇവരുടെ നീക്കം എവിടത്തേന്ന് എത്തുമെന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.